വാർത്തകൾ വിശദമായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാരുണ്യ ഫാർമസിയിൽ മരുന്ന് ലഭ്യമല്ലെന്ന് പരാതി. സാങ്കേതിക പ്രശ്നങ്ങളാണ് മരുന്ന് വിതരണത്തിന് തടസ്സമെന്ന് ഫാർമസി അധികൃതരുടെ വിശദീകരണം. നിരവധി പേരാണ് മരുന്ന് ലഭിക്കാതെ മടങ്ങിയത്. വിവരങ്ങളുമായി ഗോപിക ചേരുന്നുണ്ട്. ഗോപിക, എത്ര ദിവസമായി മരുന്ന് മുടങ്ങിയിട്ട്? അതോടൊപ്പം എന്താണ് ഈ ഫാർമസിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിശദീകരണം? ഗോവിൻ, ഇന്ന് രാവിലെയാണ് കോഴിക്കോട് കാരുണ്യ ഫാർമസിയിൽ ഇത്തരത്തിൽ മരുന്ന് ലഭ്യമാകുന്നില്ല എന്ന പരാതി ഉയർന്നത്. ഇതിന് കാരണമായി ഫാർമസിയിൽ നിന്നും ലഭിക്കുന്ന വിശദീകരണം കറണ്ട് ഇല്ലാത്തതിനാൽ മരുന്ന് വിതരണം സിസ്റ്റം ഉപയോഗിക്കാൻ സാധിക്കാതിരിക്കുകയും തുടർന്നാണ് മരുന്ന് വിതരണം മുടങ്ങുന്നതെന്നുമാണ്. എന്നാൽ ഒരു വർഷത്തിലേറെയായി ഇവിടുത്തെ UPS പ്രവർത്തനരഹിതമാണെന്നും ഫാർമസിയുടെ ഭാഗത്തു നിന്നും വിശദീകരണം ലഭിക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ പരാതികൾ ഉയർന്ന അധികൃതർക്ക് അറിയിച്ചിട്ടും അവർ വേണ്ട പരിഹാരം കൈക്കൊള്ളുന്നില്ലെന്നും ഫാർമസിയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന ഉത്തരവുണ്ട്. എന്നാൽ ഇത്തരത്തിൽ മരുന്ന് വിതരണം തുടർച്ചയായി തടസ്സപ്പെടുന്നുണ്ടെന്നാണ് മരുന്ന് വാങ്ങിക്കാൻ വരുന്നവർ പ്രതിഷേധിച്ചുകൊണ്ട് പറയുന്നത്. ഹരിഗോവിന്ദ്. ശരി, ഗോപികയാണ് വിവരങ്ങൾ നൽകിയത്.